ഈ ആഴ്ചയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ അവർ പൗർണമി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അനി പോലും അറിയാതെ അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വടംവലിയും അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കനകവും ഗോവിന്ദനും നന്ദും ഒക്കെ കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഭയങ്കര ആഘോഷമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അനിക്കാണെങ്കിലോ നന്ദുവിനെ കാണാനാണ് ഇഷ്ടം. അനാമിക വന്നിട്ട് കൂടി അവൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ കയറി വന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നന്ദു അനിയോടൊന്നും മിണ്ടുക പോലും ചെയ്യാതെ നന്ദു മാറിപ്പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നന്ദുവിൻ്റെ മനസ്സ് നിറയെ അനിയാണ്, അനിയുടെ മനസ്സ് നിറയെ നന്ദു തന്നെയാണ് കേട്ടോ. പക്ഷേ പരസ്പരം അവരുടെ പ്രണയം തുറന്ന് പറയാൻ പറ്റാതെ രണ്ടുപേരും അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദു പോയി നിൽക്കുമ്പോഴേക്കും ആനയാണ് പുറകെ പോയിട്ട് നന്ദുവിനോട് മിണ്ടാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമിക വന്നിട്ട്, എന്താ ആനി ഇത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയില്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നീ ഇവിടെ മാറി നിൽക്കുകയാണോ? എന്താ നന്ദു, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അനാമിക എന്ന് പറയുന്നുണ്ട്. വാ ആനി, നമുക്ക് അങ്ങോട്ട് പോകാം, അച്ഛനും അമ്മയൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അനിയെ പിടിച്ചുകൊണ്ട് അനാമിക പോകുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനും, അതായത് അനാമികയുടെ അച്ഛനും അമ്മയും വന്നത് തന്നെ അനിയുടെയും അനാമികയുടെയും കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പൂജയൊക്കെ ഏകദേശമൊക്കെ ആകുന്ന സമയത്ത് അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, അനാമികയ്ക്ക് അനിയെ ഇഷ്ടമാണ്, ഞങ്ങൾക്കും ആ പയ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സൽസ്വഭാവിയായ ചെറുക്കൻ, ഞങ്ങൾ സ്വത്തോ പണമോ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ഞങ്ങൾക്കും നിങ്ങളുടെ അതേ പൊസിഷനിൽ തന്നെയുള്ള സ്വത്തുക്കളും എല്ലാ പുരയിടങ്ങളും ഒരുപാട് വസ്തുവകകളുമുണ്ട്, അതെല്ലാം എൻ്റെ മകൾക്ക് തന്നെയുള്ളതാണ്, ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ, അവളുടെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്, അനിയെ ഞങ്ങൾക്ക് മരുമകനാക്കൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ആദ്യം ഒന്ന് ഷോക്കാവുന്ന നന്ദു പറഞ്ഞിട്ടോ. കാരണം നന്ദുവിന് അനിയെ ഇഷ്ടമായിരുന്നല്ലോ, അനിയും അതുപോലെ തന്നെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അനിയും നന്ദും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ കനക ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കനകത്ത് നല്ല ഡൗട്ട് ഉണ്ടല്ലോ നന്ദുവിന് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ കനക ഇങ്ങനെ നോക്കുമ്പോൾ നന്ദുവിൻ്റെ മുഖം മാറുന്നത് കണ്ടിട്ട് അനിയും മുഖം മാറുന്നത് കണ്ടിട്ട് കനകം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കനകത്തിന് ഏകദേശം ഒരു ന്യൂസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം. അങ്ങനെ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, പരസ്പരം അവർ തമ്മിൽ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, അതിന് ശേഷം നമ്മൾ സ്വത്തുണ്ടോ പണമുണ്ടോന്നൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കുടുംബത്തിൽ വന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് വേണ്ടത് സംസ്കാരമാണ്. അതിവിടെ വന്ന് കയറി രണ്ട് പെൺകുട്ടികൾക്കും ആവോളമുണ്ട് ഈ ഒരു കുടുംബം നോക്കിക്കൊണ്ട് പോകാനും ഈ കുടുംബം തമ്മിൽ തല്ലി പിരിയാതെ ഇരിക്കാനുമാണ് ഒരു പെൺകുട്ടി ശ്രമിക്കേണ്ടത്. അത് അനാമികമോക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അനാമികനെ സ്വീകരിച്ചിരിക്കും. എന്താ അനി, നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും അനിക്ക് ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ജാനകി പറയാണ്, പിന്നെ അല്ലാതെ അവന് സന്തോഷമാകാതിരിക്കുമോ? അനാമിക ഇവിടെ വന്ന് പോയേ പിന്നെ അവൻ എന്തൊരു മാറ്റാണെന്നോ എപ്പോഴും ആലോചിച്ച് ഒരേ ഇരിപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി മനസ്സിൽ കഥയാണ്, ഈശ്വര എല്ലാവരും കൂടി ഇത് പറഞ്ഞു ഉറപ്പിക്കുകയാണോ? എൻ്റെ മനസ്സ് നിറയെ ആ നന്ദു ആണെന്ന് എനിക്ക് എല്ലാവരോടും വിളിച്ച് പറഞ്ഞെന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് ആലോചിക്കുകയാണ്. നന്ദു മനസ്സിലോർക്കുന്നുണ്ട്, വേണ്ട വേണ്ട, അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. രണ്ട് ചേച്ചിമാരും ഇപ്പോൾ ഇവിടെ നടന്ന് അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ. ഇനി ഞാനിവിടെ വന്നിട്ട് എല്ലാവരും വയലിൽ നിന്ന് സ്വത്തുക്കൾ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നൊന്നും ആരുടെ വയലിൽ നിന്ന് കേൾക്കാൻ നിൽക്കേണ്ട, അതുകൊണ്ട് ഈ കാര്യം നടക്കട്ടെ എന്നും പറഞ്ഞ് നന്ദു ഹാളിൽ നിന്നും പതിയെ ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച അനി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കാര്യം ഏകദേശമൊക്കെ പറഞ്ഞെന്ന് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ആയിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ കപ്പിൾ ഡാൻസ് ആണ് കേട്ടോ. കപ്പിളായിട്ട് ഡാൻസ് കളിക്കണം. അങ്ങനെ അനിയാണ് സ്റ്റേജിൽ കയറിയിട്ട് അനൗൺസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡാൻസ് കളിക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ വിളിച്ച് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ കയറുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അനാമിക വന്നിട്ട്, എന്താ അനി ഇത്? നമ്മളുടെ കല്യാണം എന്തായാലും എല്ലാവരും പറഞ്ഞ് ഉറപ്പിച്ചു, ഇത് കപ്പിൾ ഡാൻസ് ആണെന്നല്ലേ അനി പറഞ്ഞത്, അപ്പോൾ അനിയുടെ കൂടെ ഡാൻസ് കളിക്കേണ്ടത് ഞാനല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തൊട്ട് മുമ്പേ തന്നെ നമ്മുടെ അനാമികയുടെ അമ്മയുണ്ടല്ലോ, അമ്മയാണെങ്കിൽ എരിവിൽ കയറ്റി വിടുന്നുണ്ട്, എടി നീയല്ലേ അവനെ വിവാഹം കഴിക്കാൻ പോകുന്നത്, പിന്നെ ആ മുടിയില്ലാത്ത പെണ്ണെന്തിനാ അവൻ്റെ കൂടെ കയറി കളിക്കാൻ പോകുന്നത്, നീ അങ്ങോട്ട് ചെല്ല്, എല്ലാവരും മനസ്സിൽ ഇടിച്ച് കയറാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എരിവേറ്റിട്ടാണ് കേട്ടോ അവൾ വന്ന് കളിക്കാൻ നോക്കുന്നത് കേട്ടോ. അങ്ങനെ കളിക്കാനായിട്ട് അവൾ കയറി വരുമ്പോഴേക്കും, അല്ല നന്ദു വന്ന് കളിക്കത്തില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും, അതൊന്നും വേണ്ട, ഞാൻ നിന്നോട് കളിക്കാനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടോ. അങ്ങനെ അനാമികേനെ ഇഷ്ടമില്ലാതെ തന്നെ അനാമികയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങളല്ലേ കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നന്ദു പോയിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷമിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവരോട് വിഷമിച്ച് ആ ഒരു ഫേസൊക്കെ കനക ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത്
തമിഴിലാണെങ്കിൽ ഒരു അമ്പെയ്ത്ത് മത്സരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്പ ചെയ്യണം എല്ലാവരും. അങ്ങനെ അമ്പെയ്ത്ത് മത്സരത്തിലും ഇതുപോലെ തന്നെ നന്ദു വാ നമുക്ക് അമ്പ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴും അതുപോലെ തന്നെ അമ്മ പറഞ്ഞു വെച്ചിട്ട് അനാമിക ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇത്, നിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളെ ഞാനല്ലേ, അപ്പം ഞാനല്ലേ അമ്പ ചെയ്യണ്ടേ ചോദിക്കുമ്പോൾ, നീ പോയ അനാമിക, മുമ്പ് നിൻ്റെ കൂടെ കളിച്ചിട്ട് ഡാൻസിൽ എനിക്ക് ഒരു പ്രൈസും കിട്ടാഞ്ഞത്, ഇപ്പം ഞാൻ കളിക്കാൻ പോകുന്നതേ എൻ്റെ നന്ദുവിൻ്റെ കൂടെ അവളാകുമ്പോൾ ജയിക്കും കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളോട് നിൽക്കാൻ പോകുമ്പോഴേക്കും അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതിനിട്ട് നന്ദു പറയാണ്, അല്ല അനി, അതല്ല വേണ്ടത്, അനാമിക നിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന നിൻ്റെ ഭാര്യയാണ്, അപ്പം അവൾ തന്നെയാണ് നിൻ്റെ കൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നന്ദു മാറിപ്പോയി നിന്നിട്ട് അവളുടെ കണ്ണിനൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും കാണാം, അത് അവൾ തുടച്ച് കളയുന്നുണ്ട്. അങ്ങനെ അനാമികയും അനിയും ആ ഒരു അമ്പെയ്ത്തിൽ തോറ്റു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തോറ്റു പോകുന്നുണ്ട്. പക്ഷെ അത് ജയിക്കുന്നത് നമ്മുടെ ആദർശും നയനും തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഡാൻസും എല്ലാവരും കപ്പിളുടെ ഡാൻസ് കളിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശി സഹിതം എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. നയനയും ആദർശും ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നയന് ആദർശിൻ്റെ കവളത്ത് ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡാൻസിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ദേവേനയ്ക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും അത് ചിരിച്ച് ചെയ്യുന്ന തള്ളുന്നുണ്ട്. അങ്ങനെ ഡാൻസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ബെസ്റ്റ് കപ്പിളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും ആദർശനും നയനും തന്നെയാണ്. അതിനുശേഷമായിട്ട് കാണിക്കുന്നത് എല്ലാവരും കൂടി, ഇനി നമുക്ക് ഫാമിലി എല്ലാവരും കൂടി വന്നോളൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അനി വിളിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു മാത്രം അവിടെ മാറിപ്പോയി ഇരിക്കുന്നുണ്ട്, ഒന്നിലും കൂട്ടുകൂടാതെ കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അനിയാണെങ്കിലും നന്ദുവിനെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ നന്ദുവും ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ വയറിൽ മേടിച്ച് വെച്ചിട്ടുള്ള ആ പാടുണ്ടല്ലോ, അത് ഊരിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഊരിപ്പോകുന്ന വിവരം ആരും കാണുന്നില്ല. നമ്മുടെ നയനയുടെ കണ്ണിലാണ് അത് പെടുന്നത്. നയന നോക്കുമ്പോൾ തറയിലെ പാട് കിടപ്പുണ്ട്. ഇതൊന്നും അറിയാതെ നവ്യാണെങ്കിൽ ഭയങ്കര ഡപ്പാങ്കുത്ത് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആരും കാണാതെ നയനെ എടുത്തിട്ട് അവളുടെ സാരിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് നയനേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം എന്താണ് നിനക്ക് വേണ്ടത്, നീ എനിക്കൊരു സ്വൈരം തരില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ കാണാമായിരുന്നു, ഞാൻ ചേച്ചിനെ വിളിച്ചില്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആ പാട് കാണിക്കുമ്പോഴേക്കും നവ്യ ഞെട്ടിപ്പോവാണ്. അയ്യോ, ഇതെങ്ങനെ നിൻ്റെ കയ്യിൽ വന്നു? സ്റ്റേജിൽ ചേച്ചി കടഞ്ഞ് തുള്ളിക്കൊണ്ട് വന്നപ്പം താഴെ വീണതാ, ചേച്ചിക്ക് വല്ല ഓർമ്മയുണ്ടോ? എൻ്റെ ചേച്ചി ദയവ് ചെയ്ത് ഇനിയും ചേച്ചി നീട്ടിക്കൊണ്ട് പോവല്ലേ, ഇപ്പം തന്നെ എല്ലാവരോടും പോയി പറ. ഇപ്പോഴാകുമ്പോൾ 2 വീട്ടുകാരും ഉണ്ട്, ഈ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വെച്ചിട്ട് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിൽ പോയിട്ടേ അവസാനിക്കുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള പരിപാടിയാണോ? എങ്കിലും നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ പോകണില്ലെന്ന് പറയുമ്പോഴേക്കും നയനെ പറയാണ്, ചേച്ചി എത്ര കാലം ചേച്ചി ഇത് മറച്ചു വെക്കും, ഇനിയിപ്പം ചേച്ചി വേറൊരു കുഞ്ഞിനെ കൂടി മേടിച്ച് ഇവിടെ കൊണ്ട് കാണിക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, നയന അടുത്ത മാസം വളകാപ്പ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നമ്മുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് ഞാൻ ഒരു ആഘോഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ തലയൊരുക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇപ്പോൾ പോയി ആരോടും പറയില്ല. നയനെ പറയണം, ഇല്ല ചേച്ചി, ഞാൻ എല്ലാവരോടും പറയാൻ പോവാം, ഇപ്പം തന്നെ ആ സമയം അതിക്രമിച്ച് കഴിഞ്ഞു, ഇനി ഈ ചതിക്ക് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് നയനെ പറയാൻ പോകുമ്പോഴേക്കും നവ്യ കഴുത്തിലൊരു കത്തിയെടുത്ത് വെച്ചിട്ട് പറയാണ്, നയന നീ എങ്ങനെ ഇപ്പോൾ ആരെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു കാണാൻ പോകുന്നത് നിന്റെ ചേച്ചിയുടെ ശവശരീരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നയനെ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇത്, എനിക്കൊരു സമാധാനം ചേച്ചി തരില്ലേ? ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എന്താ ചെയ്യുക? ഇനിയിപ്പം ഞാൻ എങ്ങനെ പോയിട്ട് പറയും ചേച്ചി എന്നെ ഊരാക്കുടുക്കിലേക്ക് തള്ളിവിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കരയുന്നുണ്ട് കേട്ടോ. നവ്യ പറയണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എത്രയും പെട്ടെന്ന് നീ എനിക്ക് ഒരാഴ്ച സമയം തന്നാൽ മതി, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ നയനെ പറയാണ്, ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, വെറും ഒരാഴ്ച മാത്രം, ഇനി എനിക്ക് സമയം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയണം, ഈശ്വര ഞാൻ എന്താ ചെയ്യുക, ഈ പാട് പണ്ടാരം അത് ഊരിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ഞാൻ എന്തെങ്കിലും വലിയൊരു പ്ലാൻ ഉണ്ടാക്കി അബോർഷൻ ക്രിയേറ്റ് ചെയ്യാതെ പറ്റില്ല എന്നിങ്ങനെ നവ്യ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതിനിടയിൽ പലതവണയായിട്ട് നയന ആദർശ് എഴുതിയ ആ ചീട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് നയന ആ ചീട്ട് മോഷ്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളത് എന്താണെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് അവളുടെ സാരിയുടെ ഇടയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ട് ആരും കാണാതെ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നയന ലെറ്റർ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലെറ്ററിനുള്ളിൽ എന്തായാലും എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ അതുവരേക്കും നമ്മുടെ ചാനൽ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.